നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് നമുക്ക് PHPയുടെ കൂടെ MySQL എങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. സോ MySQL അല്ലെങ്കിൽ MySQL എന്ന് പറയുന്നത് ഒരു RDBMS സിസ്റ്റമാണ്, അതായത് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. സോ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് പ്രത്യേകം ടേബിൾസ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. സോ ഉദാഹരണമായി നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ എൻ്റർ ചെയ്യുന്ന ഡാറ്റ നമുക്കൊരു ഡാറ്റാബേസിൽ, അതായത് MySQL ഡാറ്റാബേസിൽ സേവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ PHP ഉപയോഗിച്ച് ഇവ രണ്ടും നമ്മുടെ വെബ്സൈറ്റും അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റാബേസും കണക്ട് ചെയ്ത് നമുക്കിതുപോലെ നമ്മുടെ വെബ്സൈറ്റിൽ എൻ്റർ ചെയ്യുന്ന ഡാറ്റ നമ്മുടെ ഈ ഡാറ്റാബേസിൽ MySQL എന്ന് പറയുന്ന ഈ ഡാറ്റാബേസിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. സോ MySQL ഉപയോഗിക്കുന്നത് SQL എന്ന് പറയുന്ന, അതായത് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജാണ്. ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നതിനും മറ്റും അപ്ഡേറ്റ് ചെയ്യുന്നതിനും അതുപോലെ നമുക്ക് ഡാറ്റാബേസിലെ വിവരങ്ങൾ റീഡ് ചെയ്യുന്നതിനും എല്ലാം ഉപയോഗിക്കുന്നത് SQL അഥവാ SQL എന്ന് പറയുന്ന ഒരു ക്വറി ലാംഗ്വേജാണ് അത് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് PHPയുടെ കൂടെ MySQL എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്ന് നോക്കാം. സോ നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് പ്രത്യേകം സോഫ്റ്റ്വെയർസ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമ്മൾ എക്സാം ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് തന്നെ നമ്മൾ MySQLും അതിൻ്റെ കൂടെ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. അതുപോലെ MySQL ഉപയോഗിച്ച് നമുക്ക് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വളരെ ഈസിയായി ക്രിയേറ്റ് ചെയ്യുന്നതിന് PHP MyAdmin എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറും ഒരു വെബ് ആപ്ലിക്കേഷനും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. സോ നമ്മൾ ചെയ്യേണ്ടത് വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ലോക്കൽ ഹോസ്റ്റ് 8080 പോർട്ടിൽ നമ്മൾ PHP MyAdmin എന്ന് കൊടുക്കുക. ശേഷം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു വിൻഡോ, ഒരു വെബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരും. സോ ഇതുപയോഗിച്ച് നമുക്ക് MySQLിൽ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മൾ പ്രത്യേകം SQL ലാംഗ്വേജ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ ഈസിയായി ഈ ഇൻ്റർഫേസ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. സോ നമ്മളിതിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ ഡാറ്റാബേസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ ഡാറ്റാബേസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഇൻബിൽട്ട് ആയിട്ടുള്ള കുറച്ച് ഡാറ്റാബേസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ നമ്മൾ ആദ്യമായി ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. നമ്മളിവിടെ ഡാറ്റാബേസ് നെയിം ചോദിക്കും. സോ ഞാനിവിടെ DB1 എന്ന് കൊടുക്കുന്നു. ശേഷം ഈ ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഡാറ്റാബേസ് ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് ഈ ഡാറ്റാബേസിൽ എത്ര ടേബിൾസ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഞാൻ ടേബിൾ നെയിം കോൺടാക്റ്റ് എന്ന് കൊടുക്കുന്നു. കോൺടാക്റ്റിൽ നമുക്ക് നമ്പർ ഓഫ് കോളംസ് 4 കോളംസ് ആണുള്ളത്. നമുക്ക് പേഴ്സൺ നെയിം, അതുപോലെ തന്നെ ഇമെയിൽ, അതുപോലെ ഫോൺ നമ്പർ, ഈ 3 കാര്യങ്ങളാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത്. അതുപോലെ ഇതെല്ലാം നമുക്കൊരു സീരിയൽ നമ്പർ കോളം കൂടി വേണം. സോ 4 കോളം നമുക്ക് ഇവിടെ വേണ്ടി വരും. സോ നമ്മൾ 4 എന്ന് സെലക്ട് ചെയ്ത ശേഷം ഗോ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇപ്പോൾ നമുക്ക് 4 ഇതുപോലെയുള്ള റോസ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും. ഇത് നമ്മുടെ ടേബിളിൻ്റെ കോളമാണ്. സോ നമുക്ക് ടേബിൾ ഹെഡിങ് എന്തൊക്കെയാണ് വേണ്ടത്? സോ നമ്മൾ ആദ്യമായി സീരിയൽ നമ്പർ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണ്. അതുപോലെ ഇവിടെ വന്നതിന് ശേഷം ഈ ഓട്ടോ ഇൻക്രിമെൻറ്റ് എന്നത് ഓണാക്കി വെക്കുക. സോ ഓട്ടോ ഇൻക്രിമെൻറ്റ് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എൻ്റർ ചെയ്യുന്ന റെക്കോർഡ് 1 ആയിരിക്കും. അതിനുശേഷം എൻ്റർ ചെയ്യുന്നത് 2 ആയിരിക്കും. ഇനി നിങ്ങൾ 10 റെക്കോർഡ് എൻ്റർ ചെയ്തെന്ന് കരുതുക. ഇനി നിങ്ങൾ അടുത്ത റെക്കോർഡ് എൻ്റർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സീരിയൽ നമ്പർ 11 ആയി മാറും. സോ അതിനാണ് നമ്മൾ ഈ ഓട്ടോ ഇൻക്രിമെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഓണാക്കി വെക്കുന്നത്. അതിനുശേഷം ലെങ്ത് വാല്യൂസ് എത്ര വേണമെന്നുള്ളതാണ്. സോ നമ്മൾ 10 എന്ന് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നെയിം, നമ്മുടെ ആദ്യത്തെ കോളം ഡീറ്റെയിൽസ് നെയിമാണ്. അതിനുശേഷം നമ്മളിതിന് വാർചാർ എന്ന് പറയുന്ന ടൈപ്പ്. വാർചാറിൽ നമുക്ക് സ്ട്രിങ്ങും അതുപോലെ തന്നെ നമ്പറും എല്ലാം നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഇത് നമ്മൾ ഒരു 100 കൊടുക്കുന്നു. 100 ക്യാരക്ടേഴ്സ് വരെ നമുക്ക് സ്റ്റോർ ചെയ്യാം. അതിനുശേഷം ഇമെയിലാണ്. ഇമെയിലും നമ്മൾ വാർചാർ സെലക്ട് ചെയ്യുന്നു. ശേഷം നമ്മൾ അതും ഒരു 100 കൊടുക്കാം. ശേഷം വരുന്നത് ഫോൺ നമ്പറാണ്. ഫോൺ നമ്പർ നമ്മൾ വാർചാർ സെലക്ട് ചെയ്യാം. അത് നമുക്കൊരു 10 അല്ലെങ്കിൽ 15 കൊടുക്കാം. ശേഷം നമ്മൾ ഇവിടെ സേവ് എന്ന് ക്ലിക്ക് ചെയ്യുക. സേവ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൂടെ കോൺടാക്റ്റ് എന്ന് പറയുന്ന ടേബിൾ നമുക്ക് കാണാൻ കഴിയും. കോൺടാക്റ്റ് എന്ന് പറയുന്ന ടേബിൾ സീരിയൽ നമ്പർ, നെയിം, ഇമെയിൽ, ഫോൺ, ഈ 4 കോളംസും നമുക്കിതുപോലെ കാണാൻ കഴിയും. സോ നമ്മളിപ്പോൾ ബേസിക്കലി ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ DB1 എന്ന് പറയുന്ന ഡാറ്റാബേസിൽ കോൺടാക്റ്റ് എന്ന് പറയുന്ന ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. അതിലെ കോളംസ് സീരിയൽ നമ്പർ, ഫോൺ, നെയിം, ഇമെയിൽ തുടങ്ങിയവയാണ്. ഇത്ര 4 കോളങ്ങളുണ്ടായിരിക്കും. സോ നിങ്ങൾക്കിവിടെ സൈഡിൽ നിന്നും അത് കാണാൻ സാധിക്കുന്നതാണ്. സോ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു ഡാറ്റാബേസുമായി നമ്മുടെ വെബ്സൈറ്റിനെ കണക്ട് ചെയ്യണം. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്, സോ നിങ്ങൾക്കിവിടെ യൂസർ അക്കൗണ്ട് എന്ന് പറയുന്ന ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഓരോ യൂസർ നെയിം ഇവിടെ കാണാൻ കഴിയും. സോ നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത് ഈ ഒരു ലോക്കൽ ഹോസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സെർവറുമായി കണക്ട് ചെയ്യുന്നു. അതിൻ്റെ യൂസർ നെയിം എന്ന് പറയുന്ന റൂട്ടാണ്, പാസ്വേഡ് എന്ന് പറയുന്നത് ബ്ലാങ്ക് ആണ്. സോ ഈ ഒരു യൂസർ അക്കൗണ്ട് വഴിയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. സോ നമുക്കത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാസ്വേഡ് എല്ലാം ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമ്മളിപ്പോൾ ഡീഫാൾട്ട് ആയിട്ടുള്ളത് തന്നെ കൊടുക്കുന്നു. ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ PHP index.php എന്ന് പറയുന്ന ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്നു. സോ അതിൽ നമ്മൾ ആദ്യമായി
PHP ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് നമുക്ക് വേണ്ടത് 4 കാര്യങ്ങളാണ്. ഒന്ന് നമുക്ക് ഹോസ്റ്റ് വേണം, അതുപോലെ യൂസർ നെയിം വേണം, അതുപോലെ പാസ്വേഡ് വേണം, അതുപോലെ നമ്മുടെ ഡാറ്റാബേസ് നെയിം വേണം. സോ നമുക്ക് ആദ്യമായി 4 വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ആദ്യമായി ഹോസ്റ്റ് നമുക്കറിയാം ലോക്കൽ ഹോസ്റ്റ് നെയിം നമ്മുടെ ലോക്കൽ ഹോസ്റ്റാണ്. അതിനുശേഷം നമ്മൾ കൊടുക്കുന്നത് യൂസർ നെയിമാണ്. യൂസർ എന്ന് കൊടുക്കുന്നു. യൂസർ നെയിം നമുക്കറിയാം ഇവിടെ റൂട്ട് എന്നാണ്, നമ്മുടെ ഡിഫാൾട്ട് യൂസർ നെയിം റൂട്ട് എന്നാണ്. ശേഷം നമ്മൾ പാസ്വേഡ് കൊടുക്കുന്നു, നമ്മൾ പാസ് എന്ന് കൊടുക്കുന്നു. പാസ്വേഡ് ബ്ലാങ്ക് ആണ്, സോ നമ്മൾ ജസ്റ്റ് ഒരു ഇതുപോലെ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം വരുന്നത് ഡാറ്റാബേസ് ആണ്. സോ നമ്മളിവിടെ ഡാറ്റാബേസ് എന്ന് കൊടുക്കുന്നു. ശേഷം നമ്മുടെ ഡാറ്റാബേസ് നെയിം DB1 എന്നായിരുന്നു. സോ ഞാനിവിടെ DB1 എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് വേണ്ട 4 മെയിൻ പാരാമീറ്റേഴ്സ് വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ വാല്യൂ അസൈൻ ചെയ്ത് കഴിഞ്ഞു. ശേഷം നമ്മൾ MySQLi കണക്ഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ ഈ ഡാറ്റാബേസുമായും ഈ സെർവറുമായും നമ്മൾ കണക്ട് ചെയ്യുന്നു. സോ നമ്മൾ MySQLi കണക്ട് ഈ ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. ഇതിനുള്ളിൽ നമ്മൾ കൊടുക്കേണ്ട ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ആദ്യമായി നമ്മുടെ ഹോസ്റ്റ് നെയിം. സോ നമ്മുടെ ഹോസ്റ്റ് നെയിം നമ്മൾ ജസ്റ്റ് ഹോസ്റ്റ് എന്ന് കൊടുക്കുന്നു. നമ്മൾ ഓൾറെഡി അതിന് വാല്യൂ അസൈൻ ചെയ്തിരുന്നു ലോക്കൽ ഹോസ്റ്റ്. അതിനുശേഷം യൂസർ നെയിം, സോ യൂസർ അതിനുശേഷം വരുന്നത് പാസ്വേഡ് പാസ് അവസാനമായി വരുന്നത് ഡാറ്റാബേസ്. സോ നമ്മൾ ഡാറ്റാബേസ് എന്ന് കൊടുക്കും. ശേഷം നമ്മൾ ഈ കണക്ട് ചെയ്യുന്ന ഈ ഫംഗ്ഷനെ നമ്മളൊരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്യുന്നു. സോ കണക്ഷൻ എന്ന് പറയുന്നൊരു വേരിയബിളിലോട്ട് നമ്മൾ ഇതിനെ അസൈൻ ചെയ്യുന്നു. സോ ഇനി നമ്മുടെ ഈ കണക്ഷൻ കണക്റ്റഡ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സോ നമ്മൾ if സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നു. അതിനുള്ളിൽ നമ്മുടെ കണക്ഷൻ എന്ന് പറയുന്ന വേരിയബിൾ കൊടുക്കുന്നു. സോ ഇപ്പോൾ നമ്മുടെ കണക്ഷൻ കണക്റ്റഡ് ആണെങ്കിൽ നമ്മൾ എക്കോ സക്സസ്ഫുള്ളി കണക്റ്റഡ് എന്ന് പറയുന്ന മെസ്സേജ് കൊടുക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഡൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മുടെ ഈ കണക്ഷൻ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. സോ നമ്മൾ കുഡ് നോട്ട് കണക്റ്റ് എന്ന് കൊടുക്കുന്നു. സോ നമ്മുടെ എല്ലാം കഴിഞ്ഞതിന് അവസാനമായി നമുക്ക് നമ്മുടെ കണക്ഷൻ ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മളതിന് MySQLi ക്ലോസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്ലോസ്, അതിനുള്ളിൽ നമ്മൾ നമ്മുടെ കണക്ഷൻ എന്ന് പറയുന്ന വേരിയബിൾ കൊടുക്കുന്നു. സോ ഇപ്പോൾ നമ്മൾ സേവ് ചെയ്തതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്കിവിടെ കാണാം നമുക്ക് സക്സസ്ഫുള്ളി കണക്റ്റഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് വന്നു. സോ നമ്മൾ ഇപ്പോൾ നമ്മുടെ സെർവറുമായും അതുപോലെ ഡാറ്റാബേസുമായും നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഈ ഉദാഹരണത്തിന് നമ്മൾ ഈ റൂട്ട് എന്ന് പറയുന്ന ജസ്റ്റ് ഒന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്ത ശേഷം നമ്മൾ സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ കുഡ് നോട്ട് കണക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു നമ്മൾ ഡൈ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ കൊടുത്ത ആ ഒരു മെസ്സേജ് നമുക്കിവിടെ വന്നു. നമുക്കൊരു എറർ മെസ്സേജും വന്നു. സോ നമ്മൾ കറക്റ്റാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഇതുപോലെ സക്സസ്ഫുള്ളി കണക്റ്റഡ് എന്ന് പറയുന്ന മെസ്സേജ് വന്നു. നമ്മളിപ്പോൾ നമ്മുടെ ഡാറ്റാബേസുമായി സക്സസ്ഫുള്ളി കണക്ട് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി നമ്മൾ നമ്മുടെ ഡാറ്റാബേസിലോട്ട് നമുക്ക് ആ ഡാറ്റാബേസിലെ കോൺടാക്റ്റ് എന്ന് പറയുന്ന ടാബിളിലോട്ട് നമുക്ക് നമ്മുടെ ഇൻഫർമേഷൻസ് എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്ന് നോക്കാം. സോ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് SQL സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു SQL കമാൻഡാണ്. അതുകൊണ്ട് തന്നെ ഈ SQL കമാൻഡിനെ നമ്മൾ ഈ SQL എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് ആദ്യമേ സ്റ്റോർ ചെയ്യുന്നു. SQL കമാൻഡ് നമ്മൾ എങ്ങനെ എൻ്റർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇൻസേർട്ട് ഇൻറ്റു എന്ന് പറയുന്ന കമാൻഡാണ് ഉപയോഗിക്കുന്നത്. ഇൻസേർട്ട് ഇൻറ്റു എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ടേബിളിലോട്ട് വാല്യൂസ് ആഡ് ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ ഏത് ടേബിളിലോട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്? സോ നമുക്ക് ഇവിടെ PHP മൈഡിൻ ഓപ്പൺ ചെയ്താൽ കാണാം നമ്മൾ ഡാറ്റാബേസിൽ കോൺടാക്റ്റ് എന്ന് പറയുന്നൊരു ടേബിൾ കാണാം. അതിൽ നമുക്ക് 4 കോളംസ് ഉണ്ട്: SN, നെയിം, ഇമെയിൽ, ഫോൺ. സോ SN നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഓട്ടോ ഇൻക്രിമെൻ്റ് ആണ്. ഓട്ടോമാറ്റിക്കലി അതിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. സോ നമുക്ക് നെയിം, ഇമെയിൽ, ഫോൺ എന്നീ ഈ കോളത്തിലോട്ടാണ് നമുക്ക് വാല്യൂസ് ആഡ് ചെയ്യേണ്ടത്. സോ നമ്മുടെ ടേബിൾ നെയിം കോൺടാക്റ്റ് ആണ്. സോ ഞാൻ ഇൻസേർട്ട് ഇൻറ്റു ശേഷം നമ്മളോട് ടേബിൾ നെയിം ചോദിക്കും, ഞാൻ കോൺടാക്റ്റ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമ്മളൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, റൗണ്ട് ബ്രാക്കറ്റ്. ഇതിനുള്ളിൽ നമ്മുടെ കോളംസ് ഏതൊക്കെയാണെന്ന് കൊടുക്കുക. സോ നെയിം, അതുപോലെ അടുത്തത് വരുന്നത് ഇമെയിൽ, ശേഷം വരുന്നത് ഫോൺ. സോ നമ്മൾ 3 കോളം കൊടുക്കുന്നു. അതിന് ശേഷം നമ്മൾ വാല്യൂസ് എന്ന് കൊടുക്കുന്നു. ഏതൊക്കെ വാല്യൂസാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്? സോ നെയിമിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് ജോൺ ആണ്. അത് നമ്മൾ സിംഗിൾ കോട്ടിനുള്ളിൽ കൊടുക്കുന്നു, ജോൺ. ശേഷം കോമ കൊടുത്ത ശേഷം നമ്മൾ ഇമെയിലായിട്ട് ആഡ് ചെയ്യുന്നത് john@email.com. അതിനുശേഷം കോമ കൊടുത്ത ശേഷം നമ്മുടെ നമ്പർ ഞാൻ 1 2 3 4 5 എന്ന് കൊടുക്കുന്നു.
ശേഷം നമ്മൾ സെമിക്കോളൻ കൊടുത്ത് ഇത് എൻഡ് ചെയ്യുന്നു. നമ്മളിപ്പോൾ ഈ ഒരു ഡാറ്റയെ നമ്മുടെ SQL കമാൻഡിനെ നമ്മൾ SQL എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തു. ഇനി SQL കമാൻഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് MySQLi ക്വറി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് റൺ ചെയ്യേണ്ടതുണ്ട്. MySQLi ക്വറി. ശേഷം ഇതിലോട്ട് നമുക്ക് 2 ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യേണ്ടതുണ്ട്. ആദ്യത്തെ നമ്മുടെ ഡാറ്റാബേസ് കണക്ഷൻ, അതുപോലെ കോമ കൊടുത്ത ശേഷം പിന്നെ നമ്മുടെ ഈ SQL കമാൻഡ്. സോ SQL. ശേഷം നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം നമുക്ക് ഈ index.php എന്ന് പറയുന്ന ഈ ഫയൽ നമുക്ക് റീഫ്രഷ് ചെയ്യാം. സോ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ PHP MyAdmin ഓപ്പൺ ചെയ്യുക. ഇതിൽ നമ്മൾ ഡാറ്റാബേസ് 1 ഓപ്പൺ ചെയ്യുക. ശേഷം നമ്മൾ കോൺടാക്റ്റ് എന്ന് പറയുന്ന ടേബിൾ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും john@email.com, ഫോൺ നമ്പർ 12345. നമ്മൾ ആഡ് ചെയ്ത ആ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. നമുക്ക് മറ്റൊരു ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. ജസ്റ്റ് നമ്മൾ പേര് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ajit@email.com, അതുപോലെ 98765. ശേഷം നമ്മൾ സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് നമ്മുടെ index.php എന്ന് പറയുന്ന ഫയൽ റീഫ്രഷ് ചെയ്യുന്നു. റീഫ്രഷ് ചെയ്ത് നമ്മൾ ഇവിടെ വന്ന് നമ്മുടെ കോൺടാക്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, കോൺടാക്റ്റ് ടാബിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായി ആഡ് ചെയ്ത ajit@email.com എന്ന് പറയുന്ന ഡീറ്റെയിൽസ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. സോ ഇത്തരത്തിൽ നമുക്ക് ഒരു ടേബിളിലോട്ട്, ഒരു ഡാറ്റാബേസിൽ ഒരു ടേബിളിലോട്ട് നമുക്ക് PHP ഉപയോഗിച്ച് ഇതുപോലെ വാല്യൂസ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഈ ഡാറ്റ എൻ്റർ ചെയ്തത് ഇതുപോലെ ഈ നമ്മുടെ SQL കമാൻഡ് എഴുതിയിട്ടായിരുന്നു. ഇനി നമ്മൾ ഒരു HTML ഫോമിൽ നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എങ്ങനെ നേരിട്ട് ഈ ഡാറ്റാബേസിൽ സേവ് ചെയ്യാമെന്ന് നോക്കാം. സോ വളരെ ഈസിയാണ്. നമ്മൾ പോസ്റ്റ് മെത്തേഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഗെറ്റ് മെത്തേഡ് ഉപയോഗിച്ചോ ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ വേരിയബിളിനെയും ഇവിടെ കൊടുത്താൽ മതി. നമുക്കതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ആദ്യമായി ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. index.html. ശേഷം നമ്മൾ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിൽ ആക്ഷൻ നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് PHP ഫയലാണ് നമുക്ക് റൺ ആവേണ്ടത്. സോ ഞാനിവിടെ index.php എന്ന് സെലക്ട് ചെയ്യുന്നു. ശേഷം നമ്മുടെ മെത്തേഡാണ്, ഏത് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് പോസ്റ്റാണ്, പോസ്റ്റ് മെത്തേഡ്. സോ ആക്ഷൻ index.php, മെത്തേഡ് പോസ്റ്റ്. സോ നമുക്ക് 3 ഫീൽഡ് വേണം, 3 ഇൻപുട്ട് ഫീൽഡ് വേണം. നെയിം, ഇൻപുട്ട്, അതുപോലെ നമ്മളിത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. നെയിം, ഇമെയിൽ, ഫോൺ. സോ നെയിം ടൈപ്പ് ടെക്സ്റ്റ്, ഇമെയിൽ ടൈപ്പ് ഇമെയിൽ, ഫോൺ ടൈപ്പ് നമ്പർ. ഇതിൻ്റെ നെയിം എന്ന് പറയുന്നത് ഇൻപുട്ട് ഫീൽഡിൻ്റെ നെയിം, നമ്മൾ നെയിം എന്ന് തന്നെ കൊടുക്കാം. അതുപോലെ ഇമെയിലിൻ്റെത് ഇമെയിൽ എന്ന് കൊടുക്കാം. ഫോണിൻ്റേത് നമ്മൾ ഫോൺ എന്ന് കൊടുക്കുന്നു. ശേഷം എല്ലാത്തിനും അവസാനം നമ്മൾ 2 BR ടാഗ് കൊടുക്കുന്നു. സോ നമുക്ക് അത്യാവശ്യം ഗ്യാപ്പ് ലഭിക്കുന്നതാണ്. ഓരോ ഫീൽഡും തമ്മിൽ നമുക്ക് ഗ്യാപ്പ് ലഭിക്കുന്നതാണ്. അവസാനമായി നമുക്ക് സബ്മിറ്റ് ബട്ടൺ കൊടുക്കാം. ഇൻപുട്ട് ടൈപ്പ് നമ്മൾ സബ്മിറ്റ് എന്ന് കൊടുക്കുന്നു. സോ ഈ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ index.phpയിൽ എഴുതിയിട്ടുള്ള കോഡ് എക്സിക്യൂട്ട് ആവുന്നു. index.phpയിലാണ് നമ്മൾ ഈ കോഡ് എഴുതാൻ പോകുന്നത്. ശേഷം സേവ് ചെയ്യുന്നു. ഇനി നമുക്ക് index.html വരാം. index.php ഓപ്പൺ ചെയ്യാം. index.php ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യമായി ഡാറ്റ കളക്ട് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ കളക്ട് ഫോം ഡാറ്റ. നമ്മൾ ആദ്യത്തെ ഡാറ്റ കളക്ട് ചെയ്ത് സേവ് ചെയ്യുന്നത് നെയിം എന്ന് പറയുന്ന വേരിയബിളിലാണ്. സോ നമ്മൾ പോസ്റ്റ് മെത്തേഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പോസ്റ്റ്. സോ ആദ്യത്തെ ഇൻപുട്ട് ഫീൽഡിൻ്റെ നെയിം, രണ്ടാമത്തെ ഇമെയിൽ, മൂന്നാമത്തേത് ഫോൺ. സോ നമ്മളിവിടെ നെയിം എന്ന് കൊടുക്കുന്നു. ശേഷം നമ്മൾ ജസ്റ്റ് ഇത് കോപ്പി ചെയ്യുന്നു, 2 തവണ പേസ്റ്റ് ചെയ്യുന്നു. രണ്ടാമത്തേത് വരുന്നത് ഇമെയിലാണ്, ഇമെയിൽ എന്ന് പറയുന്ന വേരിയബിൾ. മൂന്നാമത്തേത് ഫോൺ എന്ന് പറയുന്ന വേരിയബിൾ. രണ്ടാമത്തതിൻ്റെ ഫീൽഡ് നെയിം എന്ന് പറയുന്നത് ഇമെയിലാണ്. മൂന്നാമത്തതിൻ്റെ ഫീൽഡ് നെയിം എന്ന് പറയുന്നത് ഫോണാണ്. ഇപ്പോൾ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇനി ഡാറ്റ കളക്ട് ചെയ്ത് സേവ് ചെയ്ത ഈ ഒരു വേരിയബിളിനെയും
ഇവിടെ റീപ്ലേസ് ചെയ്താൽ മതി. സോ ഞാൻ ആദ്യമായി നെയിം എന്ന് പറയുന്ന ഭാഗത്ത് നെയിം എന്ന് പറയുന്ന വേരിയബിൾ കൊടുക്കുന്നത് പോലെ ഇമെയിൽ എന്ന് പറയുന്ന ഭാഗത്ത് ഇമെയിൽ എന്ന് പറയുന്ന വേരിയബിൾ കൊടുക്കുന്നത് പോലെ ഫോൺ നമ്പറിൻ്റെ ഭാഗത്ത് ഫോൺ എന്ന് പറയുന്ന വേരിയബിൾ നെയിം കൊടുക്കും. ശേഷം നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം ഇവിടെ നമുക്കൊരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. നമ്മൾ എൻ്റർ ചെയ്ത റെക്കോർഡ് നമ്മൾ സേവ് ആയെങ്കിൽ നമുക്കൊരു കൺഫർമേഷൻ മെസ്സേജ് ലഭിക്കണം. സോ നമ്മൾ ഈഫ് നമ്മൾ എൻ്റർ ചെയ്ത റെക്കോർഡ് ഇൻസേർട്ട് ആയെങ്കിൽ നമുക്ക് എക്കോ റെക്കോർഡ് ഇൻസേർട്ടഡ് എന്നൊരു മെസ്സേജ് വരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് മെസ്സേജ് ഇൻസേർട്ട് ആയില്ലെങ്കിൽ എക്കോ റെക്കോർഡ് നോട്ട് ഇൻസേർട്ടഡ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം റെഡിയായി. നമ്മൾ രണ്ടും സേവ് ചെയ്യുന്നു. അതുപോലെ നമ്മൾ HTML സേവ് ചെയ്യുന്നു. സോ ഇനി നമുക്ക് HTML ഇവിടെ ഓപ്പൺ ചെയ്യാം. index.html നമ്മളിവിടെ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ HTML ഇതുപോലെ ലഭിക്കുന്നതാണ് ഫോം. സോ നമ്മൾ നമ്മുടെ PHP അഡ്മിൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് DB ഡാറ്റാബേസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കോൺടാക്ട് എന്ന് പറയുന്ന ടേബിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത ജോൺ അജിത്ത് എന്ന് പറയുന്ന 2 ഡീറ്റെയിൽസ് ആണുള്ളത്. സോ മൂന്നാമത്തെ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഫോമിലൂടെയാണ് കൊടുക്കുന്നത്. സോ നമ്മൾ ഫോമിൽ ആദ്യമായി അഭി എന്ന് കൊടുക്കുന്നു. ഇമെയിൽ abi@email.com. നമ്പർ ഞാൻ 100 എന്ന് കൊടുക്കുന്നു. ശേഷം സബ്മിറ്റ് ചെയ്യുന്നു. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഡാറ്റാബേസിൻ്റെ കൺഫർമേഷൻ, അതിനുശേഷം റെക്കോർഡ് ഇൻസേർട്ടഡ് എന്ന് വരുന്നു. സോ ഇനി നമുക്കിവിടെ നമ്മുടെ PHP അഡ്മിൻ ഓപ്പൺ ചെയ്ത് കോൺടാക്ട് എന്ന് പറയുന്ന ടേബിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നമുക്ക് abi@email.com എന്ന് പറയുന്ന ഡീറ്റെയിൽസ് ഇവിടെ ലഭിക്കുന്നു. അതുപോലെ നമുക്ക് മറ്റൊരു ഡീറ്റെയിൽസ് കൂടി എൻ്റർ ചെയ്യാം. സോ നമ്മളിവിടെ വീണ്ടും index.html ഓപ്പൺ ചെയ്യുന്നു. ശേഷം നമ്മളിവിടെ പീറ്റർ, അതുപോലെ peter@email.com, അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ 200. ശേഷം സബ്മിറ്റ് ചെയ്യുന്നു. റെക്കോർഡ് ഇൻസേർട്ടഡ് എന്ന് പറയുന്ന കൺഫർമേഷൻ മെസ്സേജ് ലഭിക്കുന്നു. സോ നമുക്ക് ഡാറ്റാബേസ് ഓപ്പൺ ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ peter@email.com എന്ന് ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ HTML ഫോമിൽ എൻ്റർ ചെയ്യുന്ന ഡാറ്റ നമുക്കിതുപോലെ ഡാറ്റാബേസിലോട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്.